ചില ആളുകളുണ്ട് കേട്ടോ, ഒരു കാര്യമില്ലാതെ നമ്മളെ വായത്തോന്നൊക്കെ വിളിച്ച് പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് നമ്മുടെ മനസമാധാനം കിടത്തും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കും. ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇവിടെ പോയതായിരുന്നു, ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്, ഞാൻ ഇന്ന ആളിനെയാണ് വിളിച്ചത്, ഇങ്ങനെയുള്ള പ്രൂഫുകളൊക്കെ നമ്മൾ അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തും. അപ്പോഴവർ പറയും, ഓ സോറി കേട്ടോ, എനിക്ക് അപ്പം തോന്നുന്ന ദേഷ്യത്തിന് അല്ലെങ്കിൽ അപ്പം തോന്നിയ മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഞാനങ്ങ് പറഞ്ഞതാണ്, സോറി കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ക്ഷമിക്കും. വീണ്ടും അവർക്കൊരു ചാൻസ് കൊടുക്കും. നെക്സ്റ്റ് ഡേയും ഇത് തന്നെയാണ്, നീ അങ്ങനെ അല്ലായിരുന്നു, നീ അവിടെ പോയതില്ലേ, നീ ഇത് ചെയ്തില്ലേ, നീ ഇത് ചെയ്തില്ലേ. അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ, അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ പറഞ്ഞ് നമ്മളെ മാനസികമായിട്ട് തകർക്കാവുന്ന അങ്ങറ്റം കൊണ്ടെത്തിക്കും. അവസാനം ഒരു സോറി പറച്ചില് നമ്മളെ വീണ്ടും ക്ഷമിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കും, ഇതൊരു സ്ഥിരം റൂട്ടീനായി നമ്മളിങ്ങനെ ലൈഫ് ലോങ് ചെയ്യാത്ത കുറ്റത്തിന് കുറ്റക്കാരനായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എത്രയൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയാലും അവർക്ക് മനസ്സിലാകാത്ത ഒരാളാണെങ്കിൽ, അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ വെച്ച് കെട്ടുകയാണെങ്കിൽ നമ്മളും അവരോടൊപ്പം താഴ്ന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കാരണം വീണ്ടും 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 അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മുടെ നല്ല ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യേണ്ട അല്ലെങ്കിൽ സന്തോഷപ്പെടേണ്ട, നമുക്ക് സമാധാനം കിട്ടേണ്ട ആ നിമിഷങ്ങളെല്ലാം ഇങ്ങനെ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ആ ഒരു വ്യക്തിനെ പറഞ്ഞ് തിരുത്തി ഇങ്ങനെ സഹിച്ചു കഴിയേണ്ടതായിട്ടുണ്ടോ നമുക്ക്? ഒരു ബന്ധത്തിന്റെ തുടക്ക സമയങ്ങളിലൊക്കെ ആണെങ്കിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ ഒരാളെ പറഞ്ഞു തിരുത്തുക അല്ലെങ്കിൽ അവർ നമ്മളെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സമയമെടുക്കും. പക്ഷെ ജീവിതകാലം മൊത്തം അല്ലെങ്കിൽ ഒരു റിലേഷനിൽ മൊത്തം നമ്മളെ ബ്ലെയിം ചെയ്യുന്നു, ഏതിനും നമ്മളെ കുറ്റപ്പെടുത്തുന്നു, ചെയ്തതിനും ചെയ്യാത്തതിനും നമ്മളെ കുറ്റപ്പെടുത്തുന്നു, വേദനിപ്പിക്കുന്നു, ഫൈനലി വന്നിട്ട് സോറി എങ്ങനെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ സഹിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ ഇനിയും നിങ്ങൾ ബോൾഡായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ നിർത്തേണ്ടടുത്ത് അവരെ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം മൊത്തവും, അതായത് നല്ല കാലം മൊത്തവും മറ്റുള്ളവരുടെ പ്രാക്കും ശാപവും ഒക്കെ കേട്ട് നമ്മളിങ്ങനെ ഒരു കാര്യവുമില്ലാത്തൊരു ആളെ ഉപദേശിച്ച് നമ്മുടെ ജീവിതവും കൂടി ആ കുഴിയെ കൊണ്ട് കളയേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ഒന്നും കൂടി നിങ്ങൾ റീതിങ്ക് ചെയ്യൂ. ഇവരുമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് നിങ്ങളൊന്ന് തിങ്ക് ചെയ്തിട്ട് തീരുമാനിക്കും.